ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റത് KSU നടത്തിയ പ്രതിഷേധത്തിനിടെ പ്രതിഷേധക്കാരിൽ നിന്ന് തന്നെയാണോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ 2-3 ദിവസമായി സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിൽ നിന്നും ഉയരുന്നത്. എന്നാൽ പ്രതിഷേധക്കാർ മന്ത്രിയെ ആക്രമിച്ചു എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം പോലും തെളിവായി ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ശേഖരിച്ചിരുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങളിലും മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. മാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തുവന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ കയ്യേറ്റം നടക്കാതെ മന്ത്രിക്ക് എങ്ങനെ പരിക്കേറ്റു എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. എന്തായാലും മന്ത്രി ഇപ്പോൾ പത്തനംതിട്ടയിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. മാർച്ച് 2 വരെയുള്ള ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയിട്ടുമുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ ആശുപത്രി വിട്ട മന്ത്രി എവിടെയെന്ന കാര്യത്തിൽ ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ രാത്രിയോടെയാണ് മന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കിയത്. റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘമാണ് മന്ത്രിക്കെതിരായ കയ്യേറ്റ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ സുധീർ മനോഹരന്റെ നേതൃത്വത്തിൽ 6 പേരടങ്ങിയ സംഘത്തിനാണ് അന്വേഷണ ചുമതല. റെയിൽവേ സംരക്ഷണ സേന അഥവാ RPF-ൽ നിന്ന് ഈ പ്രത്യേക സംഘം റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ CPM-ഓ പോലീസോ ആരോപിക്കുന്നത് പോലെ മന്ത്രിക്ക് പരിക്കേൽക്കുന്ന തരത്തിൽ ഒരു കയ്യേറ്റം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ കാണുന്നില്ല. ഇത് പോലീസിനെയും അന്വേഷണ സംഘത്തെയും കുഴയ്ക്കുകയാണ്. വധശ്രമത്തിന് കേസെടുത്തുവെങ്കിലും അതിന് ബലം പകരുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും ഈ ദൃശ്യങ്ങളിൽ നിന്നൊന്നും കിട്ടാത്തതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളിലെല്ലാം മന്ത്രിയുള്ളത് പോലീസ് വലയത്തിനകത്താണ്. ഈ സാഹചര്യത്തിൽ വധശ്രമ കേസ് നിലനിൽക്കില്ല എന്നും അഭിപ്രായമുണ്ട്. അങ്ങനെയെങ്കിൽ വധശ്രമവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കേസിൽ നിന്ന് ഒഴിവാക്കേണ്ടിയും വരും. 5 പേരെയാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. കേസ് കോടതിയിലെത്തിയാൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ നൽകാനായില്ല എങ്കിൽ അത് പോലീസിനും സർക്കാരിനും തിരിച്ചടിയാകും. വധശ്രമ വകുപ്പ് കേസിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് രാഷ്ട്രീയമായി തന്നെ സർക്കാരിനും CPM-നും തിരിച്ചടിയാവുകയും ചെയ്യും. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന് റിമാൻഡിൽ കഴിയുന്ന KSU നേതാക്കൾ വെള്ളിയാഴ്ച കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ RPF-ൽ നിന്ന് ശേഖരിച്ച ദൃശ്യങ്ങൾ കയ്യേറ്റം തെളിയിക്കാൻ പര്യാപ്തവുമല്ല. ഇത് കേസിൽ കോടതിയിൽ നിന്ന് സർക്കാരിന് തിരിച്ചടിയാകും. സംഭവവുമായി ബന്ധപ്പെട്ട് RPF ഉദ്യോഗസ്ഥരിൽ നിന്നും മന്ത്രിയെ ചികിത്സിച്ച പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെയും മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധവും മന്ത്രിയുടെ പരിക്കും ഡിസ്ചാർജും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന് ഡിസ്ചാർജിന് തലേ ദിവസം പോലും മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയതിന് പിന്നാലെയാണ് ആരും അറിയാതെ രഹസ്യമായി മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞുവിട്ടത്. ഇത് എന്തിനായിരുന്നുവെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഡിസ്ചാർജ് ചെയ്ത മന്ത്രിയാകട്ടെ തലസ്ഥാനത്തേക്ക് പോകുന്നതിന് പകരം പത്തനംതിട്ടയിലെ സ്വന്തം വീട്ടിലേക്കാണ് പോയത്. അതിൽ തെറ്റു പറയാൻ ഇല്ല. എന്നാൽ പുലർച്ചെ 4 മണിക്ക് ഡിസ്ചാർജ് ചെയ്ത മന്ത്രി രാത്രിയാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് എന്നും മാർച്ച് 2 വരെ ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കിയതായും അറിയിച്ച് ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കിയത്. അതുവരെ മന്ത്രി എവിടെ എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവും ആർക്കും ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തേക്ക് നേരിട്ടുള്ള വിമാനം കിട്ടാത്തതിനാൽ കാറിൽ പത്തനംതിട്ടയിലേക്ക് പോകാൻ തീരുമാനിച്ചുവെന്നാണ് വിവരം. അവശ നിലയിലായതിനാൽ യാത്രക്കിടയിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ വിശ്രമിക്കേണ്ടി വന്നതിനാലാണ് വൈകിയത് എന്നുമാണ് പുറത്തുവരുന്ന വിവരം. വ്യാഴാഴ്ച വൈകുന്നേരമാണ് മന്ത്രിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രതിഷേധത്തിന്റെ കഴുത്തിന് പരിക്കേറ്റത്. അന്ന് വൈകുന്നേരം 4 മണിക്ക് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത ശാരീരികാവസ്ഥയിലാണ് മന്ത്രി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യരുത് എന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ ICU-വിൽ ചികിത്സ തുടരാൻ നിർദ്ദേശിച്ചു. അന്നേ ദിവസം രാത്രി 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ഓൺലൈനായി ചേർന്ന് മന്ത്രിയുടെ സ്ഥിതി വിലയിരുത്തി. വേദന കുറവുണ്ട് എന്നും പരസഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനാകുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ചാർജ് ചെയ്യാനും തുടർ ചികിത്സ തിരുവനന്തപുരത്തേക്ക് മാറ്റാനും തീരുമാനിച്ചത്. തൊട്ടു പിന്നാലെ വെള്ളിയാഴ്ച പുലർച്ചെ തന്നെ മന്ത്രി ഡിസ്ചാർജ് ആകുന്നു. കാറിൽ ദീർഘദൂരം യാത്ര ചെയ്ത് പത്തനംതിട്ടയിലേക്ക് പോകുന്നു. ഇതാണ് വിമർശനത്തിന് ഇടയാക്കുന്ന മറ്റൊരു വാദം. അത്രമേൽ വയ്യാത്ത ഒരാൾ എങ്ങനെ ഇത്ര ദൂരം കാറിൽ യാത്ര ചെയ്തു എന്നാണ് കോൺഗ്രസും ചോദിക്കുന്നത്. മന്ത്രിയുടെ പരിക്ക് നാടകമാണ് എന്ന് തുടക്കം മുതൽ ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ദീർഘദൂരം കാർ യാത്ര ചെയ്തതിലൂടെ നാടകം പൊളിഞ്ഞുവെന്നും കോൺഗ്രസ് പരിഹസിക്കുന്നു. പരിയാരത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിന്റെ ആശുപത്രിയിലെ നഴ്സുമാർ മന്ത്രിക്കൊപ്പം സെൽഫി എടുത്തതും വിവാദമായിരുന്നു. നഴ്സുമാർക്കൊപ്പം മന്ത്രി ചിരിച്ചുല്ലസിച്ച്
സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നതിലൂടെ മന്ത്രിക്ക് പരിക്കില്ല എന്ന് തെളിയിക്കുകയാണ് എന്ന് KSU നേതാക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം മന്ത്രി വീണ ജോർജിന് നേർക്കുള്ള പ്രതിഷേധവും കയ്യേറ്റവും കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് നേർക്കുണ്ടായ ക്രൂരമായ ആക്രമണമാണ് എന്നാണ് CPM പോളിറ്റ് ബ്യൂറോയുടെ പ്രമേയത്തിൽ ആരോപിക്കുന്നത്. മന്ത്രി വീണ ജോർജിന്റെ ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജിനെ കുറിച്ചും തുടർന്ന് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം ഇന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്കായി ആ വീഡിയോ കൂടി ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേന്ദ്ര കഥാപാത്രമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ AN ഷംസീറും ചേർന്ന് സംവിധാനം ചെയ്ത പിടലി നാടകത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് എന്തിനാണ് കഥാപാത്രങ്ങളാവുന്നത് അല്ലെങ്കിൽ കക്ഷികളാവുന്നത്? നമുക്കറിയാം, പ്രധാനപ്പെട്ട വ്യക്തികൾ VIP മെഡിക്കൽ കോളേജിലോ മറ്റ് പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലോ ചികിത്സയ്ക്ക് കയറിയാല് ഓരോ ദിവസവും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ബുള്ളറ്റിനുകൾ ഇറക്കാറുണ്ട്. ഈ ബുള്ളറ്റിനുകൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, വിശ്വാസ്യതയുണ്ട്, ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. പുറത്തു നിൽക്കുന്ന ആളുകള്, ബന്ധുക്കള്, മാധ്യമപ്രവർത്തകര് അവരൊക്കെ ഇതാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ പരിയാരം മെഡിക്കൽ കോളേജിൽ കഴുത്തിന് ക്ഷതമേറ്റ് ചികിത്സയിലായിരുന്ന ശ്രീമതി വീണ ജോർജ് വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിദഗ്ധ സംഘം, ഇത് മെഡിക്കൽ ബോർഡാണ്, ഡോക്ടർമാരുടെ ഒരു ബോർഡ്, അവരൊരു ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ഇന്നത്തെ ശാരീരിക സ്ഥിതിയിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിയാരത്ത് ICUവിൽ തുടരുന്നു, അവിടെ ചികിത്സ തുടർന്ന് നടക്കുന്നു. നമ്മളിതെല്ലാം കേട്ട് വിശ്വസിച്ചതാ. രാത്രി 10 മണിയായപ്പോഴേക്ക് സ്ഥിതിഗതികൾ മാറുകയാണ്. മെഡിക്കൽ ബോർഡിന്റെ ആളുകളൊക്കെ അവരുടെ വീടുകളിലൊക്കെ പോയി കാണുമല്ലോ. അവർ ഓൺലൈനിൽ ഒരു മെഡിക്കൽ ബോർഡിന്റെ യോഗം ചേരുന്നു. മന്ത്രി പറഞ്ഞു അവരുടെ രോഗവും വേദനയും ഒക്കെ കുറഞ്ഞെന്ന്, എല്ലാ കാര്യങ്ങളും പരസഹായം കൂടാതെ നടത്താൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടത്? പരിയാരം മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ചെയ്യാം, മന്ത്രി ആവശ്യപ്പെട്ട് കാണും, അതുകൊണ്ടായിരിക്കുമല്ലോ. വെറും 6 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു അത്ഭുത രോഗശാന്തി പോലെ നമ്മുടെ മന്ത്രിയുടെ അസുഖങ്ങളൊക്കെ അങ്ങ് മാറുക. കാറിൽ സഞ്ചരിക്കാവുന്ന പാകത്തിലേക്ക്. ഇപ്പോഴത്തെ ശാരീരിക സ്ഥിതി അനുസരിച്ച് അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ലെന്ന 10 മണിയായപ്പോൾ അവർക്ക് കാറിലും യാത്ര ചെയ്യാവുന്ന സ്ഥിതി എത്തുകയാണ്. പത്തനംതിട്ട, കോഴഞ്ചേരി, റാന്നി, തിരുവല്ല, അടൂർ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ദൈവദാസന്മാര് പാഞ്ഞ് പരിയാരത്തി എന്ന് ഒരു പ്രാർത്ഥനയോ മറ്റോ നടത്തിയെന്ന് നമുക്ക് അറിയൂടാ. പെട്ടെന്ന് അസുഖം മാറി. എന്നിട്ട് അവരെ വെളുപ്പാൻ കാലത്ത് 4 മണിക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. യാത്ര പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ആളാ 4 മണിക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. അവിടുന്ന് അവരുടെ സ്വന്തം ഔദ്യോഗിക കാറിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നു. 10 മണിയുടെ ബുള്ളറ്റിനിൽ പറയുന്ന തിരുവനന്തപുരത്ത് തുടർ ചികിത്സ നടക്കും എന്നാണ്. അങ്ങനെയാണ് മന്ത്രി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്നലെ പകല് മന്ത്രി ഔട്ട് ഓഫ് റേഞ്ചാ. എല്ലാ റഡാറുകളിൽ നിന്നും അപ്രത്യക്ഷമായി അവരുടെ വാഹനം. അവരെവിടെയാണ്, എങ്ങോട്ട് പോകുന്നു? മാപ്രകൾ അതിന്റെ പിന്നാലെയായിരുന്നു കേട്ടോ. ഇവർ ഏത് വഴിക്ക് പോകുന്നു, എവിടേക്ക് പോകുന്നു എന്നൊക്കെ അറിയാനുള്ള വലിയ ആകാംക്ഷയും അന്വേഷണവും ഇന്നലെ പകലുണ്ടായി. പക്ഷെ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഔട്ട് ഓഫ് റേഞ്ച്. മനസ്സിലായില്ലേ? ഒരു മന്ത്രിയാണ്, അവരെവിടെയാണെന്നുള്ള വിവരം നമ്മൾ അറിയുന്നില്ല. രാത്രി 8 മണിയായപ്പോഴേക്ക് പത്തനംതിട്ടയില് വീട്ടിലെത്തുന്നു. വരുന്ന വഴിക്ക് മന്ത്രി വല്ലാത്ത അവശ്യ നിലയിലായതിനാല് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീട്ടിൽ കയറി വിശ്രമിച്ച് ചോദിച്ചാണ് നമ്മുടെ മന്ത്രിയുടെ വാഹനം പത്തനംതിട്ടയിൽ എത്തുന്നത്. പറഞ്ഞല്ലോ, കാറിനാ പോരുന്നത്. വേണേ തീവണ്ടിക്ക് പോരാം, കുറച്ചുകൂടെ സൗകര്യമാ. റോഡിലൂടെ സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അല്ലെങ്കിൽ എയർ ആംബുലൻസ് വിളിക്കാം, അല്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്തിൽ കയറി വരാം. അതൊന്നും കൂടാതെ കാറിനാണ് മന്ത്രി പത്തനംതിട്ടയിലേക്ക് സഞ്ചരിക്കുന്നത്. ട്രെയിനിലേക്ക് കയറിയാൽ ബുദ്ധിമുട്ടാ. അതേ നിറയെ യാത്രക്കാരാണല്ലോ. അവര് കാണുമല്ലോ നമ്മുടെ മന്ത്രിയുടെ അവസ്ഥ. അവര് മന്ത്രിയെ കണ്ടാല് അർത്ഥം വെച്ച് ചിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാമല്ലോ. കാറാകുമ്പോൾ ആരുമില്ല. കാറും ഡ്രൈവറും ഗൺമാനും 1-2 പരിവാരങ്ങളുമേ കാണത്തുള്ളൂ. വേറെ എവിടെയും ഇറക്കുകയും വേണ്ട. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വിശ്രമിച്ചാലും മതി. അതുകൊണ്ടാവണം ഈ റോഡ് മാർഗം തിരഞ്ഞെടുത്തത്. അതുപോലെ ഈ 4 മണിക്കൊക്കെ ഇറങ്ങിപ്പോരേണ്ട വല്ല കാര്യമുണ്ട്. രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം വലിയ ഇഡ്ഡലിയോ വടയോ കഴിച്ച് സ്വസ്ഥമായിട്ടൊരു 8, 9, 10 മണിക്കൊക്കെ ഇറങ്ങിയാൽ മതി. പക്ഷെ അന്നേരം മാപ്രകൾ കാണുമല്ലോ. അവന്മാരോടെ കാവലാണല്ലോ ഇവിടെ മെഡിക്കൽ കോളേജിന്റെ പഠിക്കല്. അവർ വേണമെങ്കിൽ മന്ത്രി തിരുവനന്തപുരത്തിന് പോവുകയാണെങ്കിൽ പുറകെ വെച്ചു പിടിക്കാൻ തയ്യാറാ. മുക്കിലും മൂലയിലൊക്കെ മാപ്രകൾ കാത്തു നിൽക്കുക. ടെലിവിഷൻ ക്യാമറകളുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അവരെ വെട്ടിച്ചു പോകണം. മന്ത്രി പഴയ മാധ്യമമാണല്ലോ, മാധ്യമ പ്രവർത്തകയാ. അവർക്കറിയാം ഈ മാധ്യമ ബുദ്ധി. അതുകൊണ്ടാവണം കൊച്ചു വെളുപ്പാങ്കാലത്ത്, അതായത് 4 മണിക്ക് തന്നെ കണ്ണൂര് വിട്ടത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് നന്നായി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ തിരക്ക് പിടിച്ച റോഡിലൂടെ ഈ മാധ്യമക്കാരുടെ വാഹനങ്ങൾ ഇങ്ങനെ കോൺവോയ് ആയിട്ട് പോകുന്ന രംഗം നമ്മൾ ഇന്നലെ കാണുമായിരുന്നു.